ഒരിക്കൽ പാപാന്ധകാര കുഴിയാറിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നു. ഒരിക്കൽ പാപാന്ധകാര കുഴിയാറിൽ ഞാൻ മരിച്ചവനായി കിടന്നോരിടത്തു നിന്നു. ഉയർത്തിയിന്നോളമെന്നെ നിർത്തിയവൻ, ഉയർത്തിയിന്നോളമെന്നെ നിർത്തിയവൻ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ജീവിതത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ജീവിതത്തിലെ മായാസുഖം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ എന്ന ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ വസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 2 നിലയിലാണ്. ഒന്ന് നമ്മുടെ ജീവിതം, 2 നമ്മുടെ ആത്മീയ വിഷയത്തോട് ബന്ധപ്പെട്ട് രക്ഷ എന്ന വസ്ത്രം. ഈ 2 നിലയിൽ നമുക്ക് വസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും നിർമ്മലമായിരിക്കണം, ശുദ്ധമായിരിക്കണം, അത് വെള്ളയായിരിക്കണം എന്നാണ് ദൈവവചനം അനുശാസിക്കുന്നത്. അത് നാം ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ചിന്തകളും പാപത്തിൻ്റെ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് മലിനമാക്കുവാനായിട്ട് സാധ്യതകൾ ഏറെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കണം എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ബൈബിൾ നാം പഠിക്കുമ്പോൾ പാപമൂലം ആദം ഹവ്വമാരുടെ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സഖറിയ പ്രവചനം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പുരോഹിതനായ യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞിരുന്നത് കണ്ട പിശാച് അവൻ്റെ മേൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവൻ്റെ വസ്ത്രം മാറുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതമാകുന്ന വസ്ത്രം മുഷിഞ്ഞിരുന്നാൽ, അതിൽ അഴുക്ക് പറ്റിയാൽ പിശാചിന് നമ്മുടെ മേൽ അവകാശവാദം ഉന്നയിക്കുവാൻ ഇടയായിത്തീരുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി രക്ഷാവസ്ത്രം ധരിക്കുന്നത് പോലെയും എന്ന വചനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ രക്ഷ എന്ന വസ്ത്രവും നിശ്ചയമായിട്ടും നാം ധരിച്ചിരിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ചിലർ എനിക്ക് സർദീസിൽ ഉണ്ട് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ വസിക്കും എന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഈ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അത് എപ്പോഴും നിർമ്മലമായിരിക്കണം. ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ രക്ഷാവസ്ത്രം ധരിച്ച് ഉടുപ്പ് മലിനമാകാതെ കർത്താവിനെ സേവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായി സമർപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതമാകുന്ന വസ്ത്രം മലിനപ്പെടാതെ രക്ഷാവസ്ത്രം
ആമേൻ കർത്താവെ ധരിച്ചുകൊണ്ട്, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് കർത്താവിനോട് കൂടെ വാഴുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.